മൂന്നാറിലേക്കൊരു യാത്ര പോവുക. സമയം 5:30 നമുക്ക് വഴിയോര കാഴ്ചകളൊന്ന് കാണാം. Sama-sama Hasiyawe, sama-sama Hasayawe, sama-sama Hasiyawe, sama-sama Sayawe. പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ. വായു 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 വായു, ഒരു ചെറു മഞ്ഞു നീർത്തുള്ളിയായി മലരിനെ ഉമ്മ വെച്ചിടുവാൻ. വായു 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 വായു, ഇനി മണ്ണിലെ പുതുവർണ്ണങ്ങളിൽ വിരലോടിച്ചു ലാളിച്ചു പൂങ്കാറ്റുപോ. പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ. വായു 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 വായു. ഇലത്തുമ്പിലിന്നാകെ തിളങ്ങുന്നു വൈഡൂര്യം, തൂവയിൽ തുമ്പി തീലേ. വസന്തങ്ങൾ വന്നാകെ വലം വെച്ചു പോലവേ, ഇന്നെന്തു സൗരഭമാ. ഇനിയുമുണരൂ, അരികിലണയൂ, നീ കാണാത്ത തീരങ്ങൾ കാണാൻ വായു. പുലരുളി വന്നു ചേരുന്നിതാ, നിഴലല ദൂരമായുന്നിതാ. വായു 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 വായു. അങ്ങനെ റിസോർട്ട് എത്തി. ബാംബു ഡേൽ, അതാണ് റിസോർട്ടിൻ്റെ നെയിം. ഇതാണ് എൻട്രൻസ്. കൊള്ളാം, നല്ല ആംബിയൻസ് ഉണ്ടായിരുന്നു. സൈഡിലെല്ലാം നല്ല ബാംബു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെടികളുണ്ട്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് പൂള് കാണാം. ഇത് ബാൽക്കണി പോലെ. പിന്നെ ഈ സൈഡിലായിട്ട് ടീ ഒക്കെ കുടിക്കാൻ വരുന്നവർക്ക് ഇവിടെ ഇരിക്കാം. ഞങ്ങൾക്ക് 3rd ഫ്ലോറിലായിരുന്നു റൂം. സ്റ്റെപ്പേ ഉള്ളൂ, ലിഫ്റ്റില്ല. പിന്നെ സ്റ്റെപ്പ് കയറി റൂമിലെത്തി. സൈഡ് ടേബിള്, പിന്നെ ടീപ്പോസ് സെറ്റ്, ബെഡ്, നല്ല ഹൈജീനായിരുന്നു. 3 സൈഡിലും ഓപ്പൺ വിൻഡോ ആണ്, നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. എനിക്കിഷ്ടപ്പെട്ടു. ബാത്റൂം സൂപ്പറായിരുന്നു. നമുക്ക് ചൂടുവെള്ളമുണ്ട്, തണുത്ത വെള്ളമുണ്ട് കുളിക്കാം. നല്ല ഭംഗിയായിരുന്നു കാണാൻ. ബാക്ക് സൈഡിൽ വ്യൂ ഇങ്ങനെയാണ്. കൊള്ളാം. അവിടെ ശരിക്കും വയലറ്റ് പൂക്കളുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. പിന്നെ റെസ്റ്റ് ചെയ്ത് ഒരു കോഫി കുടിക്കാമെന്ന് കരുതി വീണ്ടും ഞങ്ങൾ താഴോട്ട് വന്നു. പൂൾ സൈഡിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലോട്ട് പോകും, ഒരു ടീ ഓർഡർ ചെയ്യാൻ. സ്നാക്കായിട്ട് ബിസ്ക്കറ്റ് ആയിട്ട് വിടും. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ആ വൈറ്റ് പൂക്കൾ എൻ്റെ കണ്ണിൽ നിന്ന് പെട്ടതാണ്, അത് എടുക്കാൻ പോയി. കൊള്ളാല്ലേ. ഇതാണ് റെസ്റ്റോറൻറ്റ്. പിന്നെ മക്കൾ പൂക്കളിലെല്ലാം കളിച്ച് ആ ടൈമിൽ ഞാൻ ഇവിടെ ഗെയിം ഏരിയ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. ഈ സൈഡൊക്കെ ഒരു ഫ്രൂട്ടും ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ആ ഫ്രൂട്ട് കാണുന്നത്, കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാൻ. അവിടുന്ന് താഴോട്ടൊരു സ്റ്റെപ്പുണ്ട്. ആ വഴി ഞങ്ങൾ ഊഞ്ഞാലാടാൻ പോയി. ബാമ്പു വെച്ചിട്ടുള്ള ഊഞ്ഞാല. കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ മോളെ വിളിച്ച് ഡ്രസ്സ് മാറി ഞങ്ങൾ റൂമിലോട്ട് പോയി. അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഏലക്കാത്തോട്ടം അങ്ങനെല്ലാം കാണും. പിന്നെ വീണ്ടും ഈ പാലത്തിലോട്ടൊന്ന് വരാമെന്ന് കരുതി. ശരിക്കും വയലറ്റ് പൂക്കളാണ് ഇവിടെ. വരുന്ന വഴിക്കും ഈ പൂക്കൾ കൊണ്ട് എല്ലാ വീടും നിറഞ്ഞിരിക്കുക. ഞാൻ പതുക്കെ പാലം കടന്നിങ്ങനെ പോവുക. ചെറിയ പേടിയുണ്ടായിരുന്നു. അവിടെ 2 റൂംസ് ഉണ്ട്.
ഇതാണ് റൂം. വരുന്ന വഴി അവിടെ ഒരു സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് വഴി മേളിൽ പോകുമ്പോൾ അവിടെ ഒരു എസ്റ്റേറ്റാണെന്നാണ് പറഞ്ഞത്. ഞാൻ പോയില്ല, പോയവർ പറഞ്ഞതാണ്. അവിടെ പൂട്ടിയിട്ടിരിക്കുക. കയറി പോകാനൊരു പേടിയായിരുന്നു. ഇതെല്ലാം ഏലക്കത്തോട്ടമാണ്. ഇതാണ് റൂമിൻ്റെ ഫസ്റ്റ് എൻട്രൻസ്. അവിടെ ബാൽക്കണി, 2 സൈഡിലും 2 റൂമുണ്ട്. ഇതുപോലെ 2-3 റൂംസ് താഴോട്ടുള്ള വഴിയിലെല്ലാം ഉണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഞാൻ അപ്പുറത്തെ സൈഡിലെ സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങി. ഈ സ്റ്റെപ്പ് വഴി നമുക്ക് മുമ്പോട്ട് പോകാം. അവിടെയാണ് റൂംസൊക്കെ ഉള്ളത്. ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പം വിളിച്ചതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി. പിന്നെ വീണ്ടും റൂമിൻ്റെ അടുത്തോട്ട് വന്നു. അപ്പോൾ ആ വൈറ്റ് പൂവുള്ളൊരു മരം കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നൈറ്റായി, കാർട്ടൂണൊക്കെ കണ്ട് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് വീണ്ടും ഫുഡ് കഴിക്കാനായിട്ട് താഴോട്ട് വന്നു. ആ റെസ്റ്റോറൻറ്റിൽ അവർ സെറ്റ് ചെയ്ത് തരും. അതിന് പൈസ പ്രത്യേകം നമ്മൾ കൊടുക്കണം. രാവിലത്തെ ഫുഡ് മാത്രം നമുക്ക് ഫ്രീ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ വഴിയില്ല. ഞങ്ങളങ്ങനെ മുമ്പോട്ട് പോയതിന് ശേഷം അവിടെ റാബിറ്റിനെ വളർത്തുന്നുണ്ട്, അത് കണ്ടു. പിന്നെ ഫിഷ് ഫീഡിങ് ഉണ്ട് അവിടെ, ഗാർഡൻ ഉണ്ട്, അതെല്ലാം കണ്ടു. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചു, നല്ല ഫുഡായിരുന്നു അവിടുത്തെ. പിന്നെ കുറച്ച് ഫ്ലവറിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ റൂമിലേക്ക് പോയി. താഴോട്ട് വരുമ്പോൾ 2 റൂംസ് ഉണ്ട്. ഇതേ സെയിം മോഡലിൽ 3 റൂം ഇച്ചിരിയും കൂടി മുമ്പോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇവിടെ തൊട്ട് താഴെയായിട്ട് ഗാർഡൻ ഉണ്ട്, ബട്ടർഫ്ലൈ ഗാർഡൻ. ബട്ടർഫ്ലൈയെ ഒന്നും ഞാൻ കണ്ടില്ല, പക്ഷെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. നല്ല പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു 7:30 മണിക്ക് ഷൂട്ട് ചെയ്തു. ഇതൊരു റൂമാണ്. അതിൻ്റെ എൻട്രി മുകളിൽ കൂടിയാണ്. ഇത് വാട്ടർഫോൾസ് വരുന്ന ഏരിയ. മഴയില്ലാത്തതുകൊണ്ട്, വെള്ളമില്ലാത്തതുകൊണ്ട് വാട്ടറില്ല. വരുന്നത്. ഇപ്പോൾ വെള്ളമില്ല. ഇതാണ് ഏലക്കത്തോട്ടം. പിന്നെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ആക്ടിവിറ്റീസിൻ്റെ ഇതെല്ലാം കണ്ട്, ജീപ്പ് റൈഡിൻ്റെ അതൊക്കെ കണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ ബോയിൽഡ് എഗ്ഗ് ഉണ്ടായിരുന്നു, പരിപ്പ് വട, പൂരി, അത് തീർന്നു പോയി.
പൊട്ടറ്റോ കറി, കടലക്കറി, പുട്ട്, സേമിയ ഉപ്പുമാവ്, നല്ല ഫുഡായിരുന്നു. റൈറ്റ് സൈഡിലായിട്ട് പഴം, വാട്ടർമെലൺ, ബ്രെഡ്, ബട്ടർ, ജ്യൂസ്, ചോക്കോസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കോഫി, ടീ ഒക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം കഴിച്ച് കുളിച്ച് ഫ്രഷായി ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നെ മൂന്നാറിലോട്ടൊരു യാത്രയായി. മൂന്നാർ പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ബിരിയാണി കഴിച്ചു. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. പിന്നെ മാട്ടുപ്പെട്ടി ഡാം അവിടെ വന്നു ബോട്ടിങ്ങിനൊക്കെ പോയി, ഷോപ്പിലെല്ലാം കയറി, നല്ലൊരു വൈബായിരുന്നു. പിന്നെ അവിടെ നിന്ന് 7 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് യാത്രയായി. ഇതാണ് ഞങ്ങളുടെ മൂന്നാർ വ്ളോഗ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വ്ളോഗ് ചെയ്യുന്നത്. നല്ല തെറ്റും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം.